നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ജർമ്മനിയിൽ ജോലി അന്വേഷിക്കുന്ന മലയാളികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന വിവരങ്ങളാണ് ഇന്നത്തെ തൊഴിൽജാലകത്തിൽ പറയുന്നത്. ജർമ്മനിയിലെ പ്രമുഖ കമ്പനികളുടെ ഒഫീഷ്യൽ കരിയർ പോർട്ടൽസ് പരിശോധിച്ചപ്പോൾ ഇപ്പോഴും നിരവധി വേക്കൻസീസ് ഉണ്ട് എന്ന് കണ്ടു. ആ കമ്പനികളെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. 13 കമ്പനികളുടെ വിവരങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ 13 കമ്പനിയുടെയും ഒഫീഷ്യൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുമുണ്ട്. ആദ്യത്തെ നോക്കാം. SAP IT, സോഫ്റ്റ്വെയർ, AI മേഖലകളിൽ അവസരങ്ങൾ. ആദ്യത്തെ കമ്പനി ജർമ്മനിയിലെ തന്നെ പ്രമുഖ സോഫ്റ്റ്വെയർ കമ്പനിയായ SAP. സാപ്പിൻ്റെ ജർമ്മനി ഒഫീഷ്യൽ കരിയേഴ്സ് പോർട്ടൽ പരിശോധിച്ചപ്പോൾ ഏകദേശം 180ലധികം ജോബ് ലിസ്റ്റിംഗ്സ് ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ IT പ്രൊഫഷണൽസിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാവുന്ന നിരവധി പൊസിഷൻസാണ് ഇപ്പോൾ വേക്കൻ്റ് ആയിട്ടുള്ളത്. ഉദാഹരണത്തിന് ഡെവലപ്മെൻറ്റ് ഓപ്പറേഷൻസ് എഞ്ചിനീയർ, SAP ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, DevOps എഞ്ചിനീയർ, സോവറിൻ ക്ലൗഡ്, സീനിയർ എക്സ്പെർട്ട് AI ഡെവലപ്പർ, എഞ്ചിനീയർ, സീനിയർ ഡെവലപ്പർ, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ, SAP എഞ്ചിനീയർ, AI റിലേറ്റഡ് പൊസിഷൻസ് എന്നിവയിലെല്ലാം ഒഴിവുകളുണ്ട്. ബെർലിൻ, മ്യൂണിച്ച്, വാൾഡോർഫ്, സെൻറ്റ് ലിയോൺ റോഡ് തുടങ്ങിയ ലൊക്കേഷനുകളിലാണ് വിവിധ വേക്കൻസീസ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൽ പല പൊസിഷൻസിലും എക്സ്പീരിയൻസ്ഡ് IT പ്രൊഫഷണൽസിനെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നാണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക്, കമ്പ്യൂട്ടർ സയൻസ്, AI, ക്ലൗഡ്, DevOps, SAP ടെക്നോളജീസ് തുടങ്ങിയ മേഖലകളിൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രത്യേകമായി ഈ തൊഴിലുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് ബോഷ് കമ്പനിയാണ്. എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ്. ബോഷിൻ്റെ ജർമ്മനി ഒഫീഷ്യൽ കരിയർ പോർട്ടൽ വഴി ജർമ്മനിയിലെ ജോബ് സെർച്ച് ചെയ്യാനും നേരിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകാനും കഴിയും. എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ, AI, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, മൊബിലിറ്റി, മാനുഫാക്ചറിംഗ്, എനർജി, ബിൽഡിംഗ്സ് തുടങ്ങി നിരവധി മേഖലകളിൽ ബോഷ് പ്രവർത്തിക്കുന്നുണ്ട്. ഗ്രാജുവേറ്റ്സിനും എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസിനും പ്രത്യേക കരിയർ പാത്വേസ് ബോഷ് നൽകുന്നുണ്ട്. പൊസിഷൻ അനുസരിച്ച് ക്വാളിഫിക്കേഷൻ മാറും. എഞ്ചിനീയറിംഗ്, IT, സോഫ്റ്റ്വെയർ, ഇലക്ട്രോണിക്സ്, ഓട്ടോമോട്ടീവ് തുടങ്ങിയ മേഖലകളിൽ ഡിഗ്രി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അടുത്തത് സീമെൻസ്. എഞ്ചിനീയറിംഗ്, IT ആൻഡ് ടെക്നോളജി. മൂന്നാമത്തെ പ്രമുഖ കമ്പനിയാണ് സീമെൻസ്. സീമെൻസിൻ്റെ ഒഫീഷ്യൽ ജർമ്മനി കരിയർ പോർട്ടൽ വഴി നിലവിലുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. എഞ്ചിനീയറിംഗ്, ഡിജിറ്റൽ ടെക്നോളജി, സോഫ്റ്റ്വെയർ, ഓട്ടോമേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, മൊബിലിറ്റി തുടങ്ങിയ മേഖലകളിൽ അവസരങ്ങൾ ലഭ്യമാണ്. സീമെൻസ് തന്നെ പറയുന്നതനുസരിച്ച് അവരുടെ ടീംസ് 190ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഗ്രാജുവേറ്റ്സിന് ഇൻ്റർനാഷണൽ 2 ഇയർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഉൾപ്പെടെയുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസും ഇവർ നൽകുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, IT പ്രൊഫഷണൽസ്, സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ്, ഓട്ടോമേഷൻ, ടെക്നോളജി മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. സീമെൻസ് തന്നെ ഫേക്ക് ജോബ് ഓഫേഴ്സ് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ പേരിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഒന്നും തന്നെ നിങ്ങളിൽ നിന്ന് ചോദിക്കില്ല എന്നും ഒഫീഷ്യൽ സീമെൻസ് ഇമെയിൽ അഡ്രസ്സ് വഴിയാണ് ഇൻ്റർവ്യൂ ഇൻവിറ്റേഷൻസ് വരുന്നതെന്നും കമ്പനി വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. നാലാമത് DHLലേക്കാണ്. വെയർഹൗസ്, ലോജിസ്റ്റിക്സ്, ഡ്രൈവർ, IT എന്നീ പൊസിഷനുകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകളുള്ളത്. കുറച്ച് ക്വാളിഫിക്കേഷൻ കുറവുള്ളവർ പോലും ശ്രദ്ധിക്കേണ്ട മേഖലയാണ് ഈ കമ്പനിയിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഡച്ച് പോസ്റ്റ് DHL ജർമ്മനിയിൽ വിവിധ വിഭാഗങ്ങളിലെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു. ഒഫീഷ്യൽ കരിയർ പേജിൽ വെയർഹൗസ് ജോബ്സ്, പാഴ്സൽ ഹാൻഡ്ലിംഗ്, ഡെലിവറി ജോബ്സ്, മെയിൽ ആൻഡ് പാഴ്സൽ ഡെലിവറി, ട്രക്ക് ഡ്രൈവിംഗ്, ഓപ്പറേഷൻസ്, IT, ഓഫീസ് ജോബ്സ് ഇങ്ങനെ നിരവധി കാറ്റഗറീസിൽ ജോലി ഒഴിവുകളുണ്ട്. DHLൻ്റെ ജർമ്മനി ഓപ്പറേഷൻസിൽ വെയർഹൗസ് സ്റ്റാഫ്, പാഴ്സൽ കൊറിയേഴ്സ്, മെയിൽ കാരിയേഴ്സ്, ട്രക്ക് ഡ്രൈവേഴ്സ് തുടങ്ങി നിരവധി വിഭാഗങ്ങളുണ്ട് എന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത്. DHL ഒഫീഷ്യൽ പേജിലെ പല കാറ്റഗറിയിലും അട്രാക്റ്റീവ് സാലറി അല്ലെങ്കിൽ പേ എന്ന് പറയുന്നുണ്ട്. ചില ഫ്രണ്ട് ലൈൻ ജോബ്സിൽ മിനിമം വേജിനേക്കാൾ കൂടുതലായി അവേർലി പേ നൽകുന്നതായും ജർമ്മൻ കരിയർ പേജ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഓരോ വേക്കൻസിയുടെയും എക്സാക്റ്റ് സാലറി വ്യത്യാസമായിരിക്കും. കാരണം ഡ്രൈവറുടെ സാലറിയും IT പ്രൊഫഷണലിൻ്റെ സാലറിയും പാക്കേജ് ഹാൻഡ്ലറുടെ സാലറിയും എല്ലാം തന്നെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ജോബിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് വ്യത്യസ്തമായ സാലറി സ്കെയില് നൽകുന്നുണ്ട്. ഡ്രൈവർ ജോബ് ഉള്ളത് അന്വേഷിക്കുന്നവർക്ക് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ്. റെലവൻറ്റ് ഡ്രൈവിംഗ് ക്വാളിഫിക്കേഷൻ വേണം. ജർമ്മൻ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള
ഡ്രൈവിംഗ് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ IT പ്രൊഫഷണൽസ്, DHL IT സർവീസസ് ജർമ്മനിയിൽ ബെർലിൻ, ബോൺ എന്നിവിടങ്ങളിൽ 800-ലധികം എംപ്ലോയീസ് പ്രവർത്തിക്കുന്നതായിട്ടാണ് കമ്പനി പറയുന്നത്. IT അഡ്മിനിസ്ട്രേറ്റർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, വെബ് ഡെവലപ്പർ, IT പ്രോജക്റ്റ് മാനേജർ, സിസ്റ്റം ഇൻ്റഗ്രേറ്റർ തുടങ്ങി പല മേഖലകളിലും ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. അഞ്ചാമത് BMW ഗ്രൂപ്പിലാണ്. ഇതിനു മുൻപും BMW ഗ്രൂപ്പിൽ വന്ന ഒഴിവുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ 741 ഒഴിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ലോകപ്രശസ്തമായ ഓട്ടോമൊബൈൽ കമ്പനിയാണ് BMW ഗ്രൂപ്പ്. BMWയുടെ ഒഫീഷ്യൽ ജർമ്മനി കരിയേഴ്സ് പോർട്ടൽ പരിശോധിച്ചപ്പോൾ 741 ഓപ്പൺ വേക്കൻസീസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ കാണുന്നത്. അതിൽ പ്രൊഡക്ഷൻ മുതൽ IT, സെയിൽസ്, എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി മേഖലകളിലാണ് അവസരങ്ങളുള്ളത്. BMW തന്നെ പറയുന്നത് അവരുടെ എൻട്രി ഓപ്പർച്യൂണിറ്റീസ് പ്രൊഡക്ഷൻ മുതൽ IT, സെയിൽസ് വരെ ഓൾമോസ്റ്റ് എല്ലാ മേഖലകളിലും ഉണ്ടെന്നാണ്. പ്രധാന മേഖലകൾ IT, സോഫ്റ്റ്വെയർ, എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ, ഓട്ടോമോട്ടീവ്, സെയിൽസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, സപ്ലൈ ചെയിൻ. BMW അട്രാക്റ്റീവ് റെമ്യൂണറേഷൻ മോഡൽസ് ഉൾപ്പെടുന്ന എംപ്ലോയ്മെൻറ്റ് പാക്കേജ് നൽകുന്നുണ്ട്. ഒഫീഷ്യൽ കരിയർ പേജിലാണ് ഈ റെമ്യൂണറേഷനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ഗൈഡൻസ് അനുസരിച്ച് ജർമ്മനി അല്ലെങ്കിൽ ഓസ്ട്രിയയിലെ മിക്ക പൊസിഷൻസിലും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജർമ്മൻ ഭാഷകളിൽ നല്ല അറിവ് ആവശ്യമാണ്. പൊസിഷൻ അനുസരിച്ച് അധിക ഭാഷകളും ആവശ്യപ്പെടാം. അതുകൊണ്ട് ജർമ്മൻ അറിയാത്തവർ ഓരോ വേക്കൻസിയുടെയും ലാംഗ്വേജ് റിക്വയർമെൻറ്റ് പ്രത്യേകം പരിശോധിക്കണം. ഡച്ച് ടെലികോം IT ആൻഡ് ഡിജിറ്റൽ ജോബ്സ് ആണ്. ജർമ്മനിയിലെ ഏറ്റവും വലിയ ടെലികമ്മ്യൂണിക്കേഷൻസ് എംപ്ലോയേഴ്സിൽ ഒന്നാണ് ഡച്ച് ടെലികോം. ഡച്ച് ടെലികോമിൻ്റെ ഗ്ലോബൽ കരിയർ പോർട്ടിൽ ഇപ്പോൾ 800-ലധികം ഓപ്പൺ പൊസിഷൻസ് കാണുന്നുണ്ട്. IT പ്രൊഫഷണൽസ് ശ്രദ്ധിക്കുക. സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ്, ഡാറ്റ സയൻസ്, കൺസൾട്ടിംഗ്, IT ഡെവലപ്മെൻറ്റ്സ് തുടങ്ങിയ മേഖലകളിൽ ധാരാളം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഉണ്ട്. ടെലികോം പ്രത്യേകമായി ടെക് അല്ലെങ്കിൽ IT എക്സ്പെർട്സിനെ ടാലൻറ്റ് ക്ലബിലേക്ക് ക്ഷണിക്കുന്നുമുണ്ട്. ഗ്രാജുവേറ്റ്സിനും അവസരമുണ്ട്. കരിയർ സ്റ്റാർട്ടേഴ്സിന് ഇൻറ്റേൺഷിപ്പ്, വർക്കിംഗ് സ്റ്റുഡൻറ്റ് പൊസിഷൻസ്, അപ്രൻറ്റീസ്ഷിപ്പ്, ഡ്യുവൽ സ്റ്റഡി, എൻട്രി ലെവൽ ഓപ്പർച്യൂണിറ്റീസ് എന്നിവയും ടെലികോം നൽകുന്നുണ്ട്. പൊസിഷൻ, എക്സ്പീരിയൻസ്, ലൊക്കേഷൻ എന്നിവ അനുസരിച്ചാണ് റെമ്യൂണറേഷൻ വരുന്നത്. പിന്നെ BASF കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച്, ലോകത്തിലെ പ്രമുഖ കെമിക്കൽ കമ്പനീസിൽ ഒന്നായ BASFൻ്റെ ഒഫീഷ്യൽ കരിയേഴ്സ് പോർട്ടൽ വഴി ജർമ്മനി ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ ഓപ്പൺ പൊസിഷൻസിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അവസരങ്ങളുള്ള മേഖലകൾ കെമിക്കൽ എഞ്ചിനീയറിംഗ്, പ്രോസസ് എഞ്ചിനീയറിംഗ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്രൊഡക്ഷൻ, IT, ഡാറ്റ ആൻഡ് ഡിജിറ്റലൈസേഷൻ, സപ്ലൈ ചെയിൻ, ബിസിനസ്, ഫിനാൻസ് എന്നിവയാണ്. BASFൽ സ്റ്റുഡൻസ്, ഗ്രാജുവേറ്റ്സ്, എക്സ്പീരിയൻസ് പ്രൊഫഷണൽസ് എന്നിവർക്കൊക്കെ പ്രത്യേകം കരിയർ പാത്വേസ് ഉണ്ട്. കമ്പനി 90-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നതായാണ് പറയുന്നത്. ഇൻ്റർനാഷണൽ ആപ്ലിക്കൻസ് BASF വിവിധ ബാക്ക്ഗ്രൗണ്ട്സ്, സ്കിൽസ്, ക്വാളിഫിക്കേഷനുള്ള ആപ്ലിക്കൻസിനെയാണ് സ്വാഗതം ചെയ്യുന്നത്. പിന്നെ എയർബസ്, ഏവിയേഷൻ, എഞ്ചിനീയറിംഗ് ആൻഡ് IT മേഖലകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട്. എയർബസിൻ്റെ ഒഫീഷ്യൽ കരിയേഴ്സ് പോർട്ടിൽ ജർമ്മനി ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ വേക്കൻസീസ് ഉണ്ട്. നിലവിലെ ലിസ്റ്റിങ്ങിൽ ഹാംബർഗ്, ജർമ്മനി ഉൾപ്പെടുന്ന IT റിലേറ്റഡ് പൊസിഷനായ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്, ഫങ്ഷണൽ IT ആർക്കിടെക്റ്റ് പോലുള്ള റോൾസ് കാണാം. എയർബസിൽ ശ്രദ്ധിക്കാവുന്ന മേഖലകൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, IT, സൈബർ സെക്യൂരിറ്റി, ഡാറ്റ, AI, എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ്, സപ്ലൈ ചെയിൻ, ഫിനാൻസ്, ബിസിനസ് എന്നിവയിലാണ്. എയർബസ് പറയുന്നത് അവരുടെ ഡിജിറ്റൽ ആൻഡ് IT ഡിവിഷനിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, നെറ്റ്വർക്ക് സ്പെഷ്യലിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ്, AI പ്രൊഫഷണൽസ്, ഡിജിറ്റൽ പ്രോജക്റ്റ് മാനേജേഴ്സ്, സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സ് തുടങ്ങിയ പ്രൊഫൈൽസിലുള്ള റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ട് എന്നാണ്. മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിവരമുള്ളത് എയർബസ് ഒഫീഷ്യൽ FAQ അനുസരിച്ച് ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സിന് അവരുടെ ഹോം കൺട്രിയിൽ നിന്ന് പുറത്തുള്ള പൊസിഷനിലേക്ക് അപേക്ഷിക്കാം. പക്ഷേ അവർ ജോബ് റിക്വയർമെൻറ്റ്സ് പാലിക്കുന്നുണ്ടായിരിക്കണം. എയർബസിൻ്റെ ഒഫീഷ്യൽ ബിസിനസ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ചില റോൾസിൽ അഡീഷണൽ ലോക്കൽ ലാംഗ്വേജ് ആവശ്യപ്പെടാമെന്ന് കമ്പനി വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രൊഫഷണൽസിന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു അവസരമാണ്. എയർബസ് ജനറൽ കരിയർ ഇൻഫർമേഷൻ പ്രകാരം സാലറി, ലൊക്കേഷൻ, റോൾ എന്നിവ അനുസരിച്ച് വ്യത്യാസപ്പെടാം. കോമ്പറ്റേറ്റീവ് സാലറിയുണ്ട്, അതുപോലെ തന്നെ മറ്റു പല ബെനിഫിറ്റ്സുകളും ഉണ്ട്. ഗ്രാജുവേറ്റ് പ്രോഗ്രാം എയർബസ് ഗ്ലോബൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ 2027 ആപ്ലിക്കേഷൻ 2026 സെപ്റ്റംബർ 1 മുതൽ ഉണ്ടാകും എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ്, ഡിജിറ്റൽ ടെക്നോളജി, സൈബർ സെക്യൂരിറ്റി, സപ്ലൈ ചെയിൻ, പ്രൊക്യൂർമെൻറ്റ്,
HR, ഫിനാൻസ് തുടങ്ങിയ മേഖലകളിൽ ഗ്രാജുവേറ്റിന് റോൾസ് ഉണ്ടായിരിക്കും. ജർമ്മനിയും പൊട്ടൻഷ്യൽ ലൊക്കേഷൻസ് ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് അപേക്ഷിക്കുന്നവർ ഈ കമ്പനികളിൽ വേക്കൻസി ഉണ്ടെന്ന് മാത്രം കൊണ്ട് വിസ ഉറപ്പാണ് എന്നർത്ഥമില്ല. നിങ്ങൾ അപേക്ഷിക്കുന്ന പൊസിഷൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്, വർക്ക് പെർമിറ്റ് റിക്വയർമെൻറ്റ്, വിസ, റീലൊക്കേഷൻ സപ്പോർട്ട്, ആപ്ലിക്കേഷൻ ഡെഡ്ലൈൻ എന്നിവയെല്ലാം പരിശോധിച്ച ശേഷമേ അപേക്ഷിക്കാവൂ. എയർബസ് തന്നെ വിസ, റീലൊക്കേഷൻ സപ്പോർട്ട്, റോൾ, കൺട്രി, ലെജിസ്ലേഷൻ എന്നിവയെ ആശ്രയിച്ചാണെന്ന് വ്യക്തമാക്കുന്നു. പിന്നെ ചാരിറ്റി ബെർലിൻ നേഴ്സിംഗ് ജോബ്സ് ആണുള്ളത്. ജർമ്മനിയിലെ ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഒന്നാണ് ചാരിറ്റി. ജർമ്മനിയിലെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഈ ഹോസ്പിറ്റൽ. ഇവിടെ നേഴ്സുമാരുടെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് പേജിൽ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേഴ്സിംഗ് പ്രൊഫഷണൽസിനെ റിക്രൂട്ട് ചെയ്യുന്നതായി വ്യക്തമാക്കുന്നു. ഇമിഗ്രേഷൻ, ക്വാളിഫിക്കേഷൻ റെക്കഗ്നീഷൻ, ഇൻ്റഗ്രേഷൻ എന്നിവ സംബന്ധിച്ച് ഇൻഫോർമേഷനും ഇൻ്റർനാഷണൽ ആപ്ലിക്കേഷൻസിനും നൽകുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ഒരു പ്രധാന വേക്കൻസി ബാച്ചിലേഴ്സ് ബിരുദമുള്ള രജിസ്റ്റേർഡ് നേഴ്സിനാണ്. ഫുൾ ടൈം ഒഴിവുകളുമുണ്ട്, പെർമനൻറ്റ് ഒഴിവുകളുമുണ്ട്. ഈ പൊസിഷന് E9B, E9C റെമ്യൂണറേഷൻ ഗ്രൂപ്പാണ് നൽകിയിരിക്കുന്നത്. അതായത് ഏകദേശം 4,21,718 രൂപ മുതൽ 6,03,806 ഇന്ത്യൻ രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുക. ചാരിറ്റിയുടെ ഒഫീഷ്യൽ റെമ്യൂണറേഷൻ ഇൻഫർമേഷൻ അനുസരിച്ച് നേഴ്സിംഗ് പ്രൊഫഷണൽസിന് പേ സ്കെയിലാണ് ബാധകം. സാലറി, എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ, പേ ലെവൽ എന്നിവ അനുസരിച്ച് മാറും. 2026 മെയ് മുതൽ ഈ പേ സ്കെയിലിൽ 2.8% വർധനവുണ്ടായിട്ടുണ്ടെന്ന് ചാരിറ്റി വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ അലവൻസസ്, ബോണസ്, അഡീഷണൽ പേയ്മെൻറ്റ് എന്നിവയും ബേസിക് സാലറിക്ക് പുറമേ ഉണ്ടാകും. അതായത് നേഴ്സിൻ്റെ സാലറി ബേസിക് സാലറി മാത്രം നോക്കി വിലയിരുത്തരുത്, മറ്റ് പേയ്മെൻറ്റുകളും ഉണ്ടാകും. ഇന്ത്യയിൽ നിന്ന് നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ജർമ്മൻ ക്വാളിഫിക്കേഷൻ റെക്കഗ്നീഷനാണ്. ഇതുകൂടാതെ ജർമ്മൻ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്, പ്രൊഫഷണൽ റെക്കഗ്നീഷൻ, വിസ റിക്വയർമെൻറ്റ് എന്നിവ വേക്കൻസി അനുസരിച്ച് പരിശോധിക്കാം. പിന്നെ ചാരിറ്റി ഇൻറ്റൻസീവ് കെയർ സ്പെഷ്യലിസ്റ്റ് നഴ്സിംഗ്. ചാരിറ്റിയിൽ സ്പെഷ്യലിസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് വേക്കൻസിയുണ്ട്. ഫുൾ ടൈം പെർമനൻറ്റ് വേക്കൻസീസ് ഉണ്ട്. P8, P9 ഇൻറ്റൻസീവ് കെയർ, ഇൻഫെക്ഷ്യസ് ഡിസീസ്, ന്യൂമോളജി തുടങ്ങിയ മേഖലകളിൽ എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസിനാണ് അപേക്ഷിക്കാവുന്നത്. ഇവിടെ പേഷ്യൻ്റ് കെയർ മാത്രമല്ല, കോംപ്ലക്സ് ഇൻറ്റൻസീവ് കെയർ എൻവയോൺമെൻറ്റിൽ ജോലി ചെയ്യേണ്ടതുണ്ട്. സാലറി നല്ല രീതിയിലുള്ള സാലറിയാണ് പറയുന്നത്. എക്സാക്റ്റ് സാലറി എന്ന് പറയുന്നത് ജോലിയുടെ ലെവൽ അനുസരിച്ച്, ക്വാളിഫിക്കേഷൻ അനുസരിച്ച് മാറും. അതുകൊണ്ട് എക്സാക്റ്റ് സാലറി പറയുന്നില്ല. ഓരോ ജോബിനും ഓരോ ലെവൽ ജോബിനും അതിനനുസരിച്ചുള്ള സാലറിയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി തെറാപ്പി മേഖലയിലും ധാരാളം ഒഴിവുകൾ വന്നിട്ടുണ്ട്. പിന്നെ ജർമ്മൻ റെയിൽവേയിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. റെയിൽവേയിൽ ടെക്നിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, IT, എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്നിവയുൾപ്പെടെ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. 2026 ട്രെയിനിങ് ഇൻടേക്കിലേക്ക് 5000 ട്രെയിനീസിനെ എടുക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ഓപ്പണിങ്സ് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജർമ്മൻ റെയിൽവേയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത്. ട്രെയിൻ ഡ്രൈവർ, ട്രെയിൻ ഡിസ്പാച്ചർ, ട്രാക്ക് ബിൽഡർ, ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ, ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യൻ, മെക്കട്രോണിക്സ്, എക്സ്കവേറ്റർ, കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് ഓപ്പറേറ്റർ, ബിൽഡിംഗ് ക്ലീനർ തുടങ്ങിയ കരിയർ പാത്സാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സെപ്റ്റംബർ 2026 മുതൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആകുമെന്നാണ് പറയുന്നത്. സെപ്റ്റംബർ 1-ാം തീയതി മുതൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് ഇന്ത്യയിൽ നിന്ന് നേരിട്ട് എക്സ്പീരിയൻസ്ഡ് വർക്കറായി അപ്ലൈ ചെയ്യുന്ന നോർമൽ ജോബല്ല. നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നേരിട്ട് അപ്ലൈ ചെയ്യാവുന്നതല്ല. ജർമ്മനിയിലെ പരിശീലന പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ജർമ്മൻ ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. കറൻറ്റ് ഡച്ച് ബാൻഡ് ട്രെയിനിങ് വേക്കൻസിയിൽ ജർമ്മൻ B2 ആവശ്യപ്പെടുന്നതായിട്ടാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പരിശീലന സമയത്ത് 1324 യൂറോ മുതൽ 1531 യൂറോ വരെ പ്രതിമാസം റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ട്. 2026 ജൂലൈ 1 മുതൽ ബാധകമായ തുകയാണിതെന്നാണ് കമ്പനി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനോടൊപ്പം ക്രിസ്മസിന് ബോണസ് ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ ചില പ്രോഗ്രാംസിൽ അക്കോമഡേഷൻ റിലേറ്റഡ് സപ്പോർട്ട് പോലുള്ള ഗുണങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ അലയൻസ് IT, ഡാറ്റ സയൻസ് ആൻഡ് ഇൻഷുറൻസിൽ ജോലി ഒഴിവുകളുണ്ട്.
ലോകപ്രശസ്ത ഇൻഷുറൻസ് ആൻഡ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് അലയൻസ്. അലയൻസ് ജർമ്മനി കരിയർ പോർട്ടിൽ IT, ഡാറ്റ സയൻസ്, ഓഡിറ്റ്, കംപ്ലയൻസ്, റിസ്ക്, ഇൻഷുറൻസ്, ഫിനാൻസ് തുടങ്ങി വിവിധ മേഖലകളിൽ ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ഏകദേശം അലയൻസിൽ ഇപ്പോൾ ഏകദേശം 25,590 എംപ്ലോയീസും 11 ലൊക്കേഷനും ഉണ്ടെന്നാണ് കമ്പനി കരിയറിൽ പറയുന്നത്. IT പ്രൊഫഷണൽസിനാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ആൻഡ് ടെക്നോളജി മേഖലയിലും ധാരാളം ഒഴിവുകൾ വന്നിട്ടുണ്ട്. IT മേഖലയിലെ ഫ്രഷ് ഗ്രാജുവേറ്റ്സിനും വളരെയധികം ഇപ്പോൾ ഈ ജോലികളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ബിസിനസ് ഇൻഫോർമാറ്റിക്സ്, മാത്തമാറ്റിക്സ്, IT റിലേറ്റഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ സബ്ജക്റ്റ് പഠിച്ചവർക്ക് പ്രോഗ്രാം അനുയോജ്യമാണ്. പിന്നെ ജർമ്മൻ, ഇംഗ്ലീഷ് ഭാഷ നല്ല പ്രൊഫഷൻസി ആവശ്യമാണ്. ഈ പ്രോഗ്രാമിലേക്ക് വർഷത്തിൽ വിവിധ സമയങ്ങളിൽ ആപ്ലിക്കേഷൻ ആരംഭിക്കാമെന്നാണ് അലയൻസ് പറയുന്നത്. ശമ്പളം ഇതിൻ്റെ ഓരോ ഫിക്സഡ് സാലറി എമൗണ്ട് പറഞ്ഞിട്ടില്ല. പിന്നെ അടുത്ത ജോലി വരുന്നത് ഫ്രസീനിയസ് കാബി എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഹെൽത്ത് കെയർ മേഖല തന്നെയാണ്. ഇവിടെയും ധാരാളം ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ജൂലൈ 27 ഈ ഒഴിവുകൾ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ 2028 വരെ ഓപ്പണാണ്. അതുകൊണ്ട് ധാരാളം ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ജോലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നോക്കാവുന്നതാണ്. പിന്നെ വേൾഡ് വൈഡ് ലോജിസ്റ്റിക്സ് കമ്പനിയാണ് ഹെൽമാൻ. ഇതിലും ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഏകദേശം 4,600 എംപ്ലോയീസ് 42 ലൊക്കേഷൻ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവർക്കുണ്ട്. ഹെൽമാൻ്റെ ജർമ്മനി കരിയേഴ്സ് പേജിലാണ് ഈ ജോലി ഒഴിവുകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എയർ ഫ്രൈറ്റ്, സീ ഫ്രൈറ്റ്, റോഡ് ആൻഡ് റെയിൽ, കോൺട്രാക്ട് ലോജിസ്റ്റിക്സ്, ഡിജിറ്റലൈസേഷൻ, സെയിൽസ്, HR, ഫിനാൻസ്, ലീഗൽ, സപ്ലൈ ചെയിൻ തുടങ്ങിയ വിവിധ കരിയർ ഏരിയസ് ഉണ്ട്. ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ് ആണ് ഹെൽമാൻ്റെ ഒരു പ്രധാന പ്രത്യേകത. കമ്പനിയുടെ ജർമ്മനി സീ ഫ്രൈറ്റ് ഡിവിഷനിൽ 15 നാഷണാലിറ്റീസുള്ള എംപ്ലോയീസ് ഉണ്ടെന്നാണ് ഒഫീഷ്യൽ പേജിൽ പറയുന്നത്. അതിനാൽ ഇൻ്റർനാഷണൽ വർക്ക് എൻവയോൺമെൻറ്റ് ആഗ്രഹിക്കുന്ന ലോജിസ്റ്റിക്സ് പ്രൊഫഷണൽസിന് ഇത് പരിശോധിക്കാവുന്ന കമ്പനിയാണ്. ലോജിസ്റ്റിക്സ് ഗ്രാജുവേറ്റ്സിന്, സപ്ലൈ ചെയിൻ പ്രൊഫഷണൽസ്, ഫ്രേറ്റ് ഫോർവേഡിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, വെയർഹൗസ് ട്രാൻസ്പോർട്ട് പ്രൊഫഷണൽസ്, ഡിജിറ്റലൈസേഷൻ IT പ്രൊഫഷണൽസ്, സെയിൽസ് ആൻഡ് കസ്റ്റമർ സർവീസ് പ്രൊഫഷണൽസ് എന്നിവർക്ക് ഇവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള വേക്കൻസീസ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ജർമ്മനിയിൽ ജോലി അന്വേഷിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. ആദ്യത്തേത് ക്വാളിഫിക്കേഷൻ. നിങ്ങളുടെ ഡിഗ്രി, ഡിപ്ലോമ വേക്കൻസിയുമായി മാച്ച് ചെയ്യണം. പിന്നെ എക്സ്പീരിയൻസ്. പ്രൊഫഷണൽ ജോബ്സിൽ റെലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ് ആവശ്യപ്പെടാം. പിന്നെ ലാംഗ്വേജ്. IT ജോബ്സിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് മതിയാകാം. മറ്റ് ജോലികൾക്ക് ഹെൽത്ത് കെയർ, കസ്റ്റമർ ഫേസിംഗ്, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ ജോബുകളിൽ ജർമ്മൻ ആവശ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ റെക്കഗ്നീഷൻ നേഴ്സ്, ഡോക്ടർ, തെറാപ്പിസ്റ്റ് തുടങ്ങിയ റെഗുലേറ്റഡ് പ്രൊഫഷണൽസിന് ക്വാളിഫിക്കേഷൻ റെക്കഗ്നീഷൻ നിർണായകമാണ്. വിസ കമ്പനി ഓഫർ കിട്ടിയാലും ജർമ്മനിയുടെ ഇമിഗ്രേഷൻ റൂൾസ് അനുസരിച്ചുള്ള വർക്ക് വിസ, റെസിഡൻസ് പെർമിറ്റ് റിക്വയർമെൻറ്റ്സ് പാലിക്കണം. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ജോലി തട്ടിപ്പിൽ വീഴരുത്. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ജർമ്മനി ജോബ് ഉറപ്പ് എന്ന് പറഞ്ഞ് വാട്സാപ്പ്, ടെലഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയവ വഴി വരുന്ന ഓഫേഴ്സ് പരിശോധിക്കാതെ വിശ്വസിക്കരുത്. രജിസ്ട്രേഷൻ ഫീ, ജോബ് ഓഫർ ഫീ, ഇൻ്റർവ്യൂ ഫീ, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, വിസ ഗ്യാരണ്ടി ഫീ എന്നിങ്ങനെ പണം ആവശ്യപ്പെട്ടാൽ പ്രത്യേകം ജാഗ്രത വേണം. അത് കമ്പനി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നോക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ചെയ്യുക. എല്ലായ്പ്പോഴും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത് കമ്പനിയുടെ ഒഫീഷ്യൽ കരിയർ വെബ്സൈറ്റ് തുറന്ന് വേക്കൻസി കണ്ടെത്തി നേരിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ജർമ്മനിയിൽ ജോലി അന്വേഷിക്കുന്ന മലയാളികൾക്ക് അവസരങ്ങൾ തീർച്ചയായും ഉണ്ട്. പക്ഷെ ഒരു കാര്യം മറക്കരുത്, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വേക്കൻസി, ക്വാളിഫിക്കേഷൻ, ലാംഗ്വേജ്, റെക്കഗ്നീഷൻ, വിസ, അപ്ലൈ. ഈ ക്രമത്തിലാണ് കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. വലിയ ശമ്പളമെന്ന് കേട്ട് മാത്രം ഒരു ജോലിക്ക് പണം എടുത്തു കൊടുക്കരുത്. ഒഫീഷ്യൽ കമ്പനി വെബ്സൈറ്റിൽ വേക്കൻസി ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. തൊഴിൽജാലകത്തിൽ ഞങ്ങൾ എപ്പോഴും നൽകുന്നത് കഴിയുന്നത്ര ഒഫീഷ്യൽ സോഴ്സസ് പരിശോധിച്ചിട്ടുള്ള വിവരങ്ങളാണ്. ഇത്തരം യഥാർത്ഥ വിദേശ തൊഴിലവസരങ്ങൾക്കായി തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളിവിടെ തരുന്നത് ഒഴിവുകളെക്കുറിച്ചിട്ടുള്ള അറിയിപ്പുകൾ മാത്രമാണ്. നിങ്ങൾ ഈ ലിങ്കുകളെല്ലാം തന്നെ ഒഫീഷ്യൽ ലിങ്കുകളാണ്. അപ്പോൾ നമ്മൾ ഒഫീഷ്യൽ സോഴ്സസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒഫീഷ്യൽ ലിങ്ക് നോക്കി നിങ്ങൾക്ക് അത് സൂക്ഷിച്ചു വയ്ക്കുക. എപ്പോഴും നിങ്ങൾക്ക് ഈ ലിങ്ക് ഉപയോഗിച്ച് ഈ കമ്പനികളിൽ ജോലി ഒഴിവുണ്ടോ എന്ന് തിരയാവുന്നതാണ്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യുക.